സ്ക്രീനിൽ കാണുന്ന ഫേസും നേരിട്ട് ഞാൻ വളരെ ഡിഫറെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതലും എനിക്ക് അൺമാരീഡ് കപ്പിൾസ് ഇറങ്ങിയതിന് ശേഷമാണ് ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്നതും സെൽഫീസ് എടുക്കുന്നതും ഇതൊക്കെ പുതിയതാ. ആദ്യമായിട്ട് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ. ഫാൻസ് ഒന്നുമല്ല, കാണുമ്പോ ബ്രിജേഷ് ഫാൻസ് അസംബിൾ ഇടയ്ക്ക് മെസ്സേജ് കമന്റ്സിലുണ്ടാവും. നമ്മുടെ കൂട്ടത്തിലേക്കുള്ള ഒരു കൂട്ടുകാരന്റെ ഒരു എല്ലാത്തിലും കൂട്ടുകാരനാണ്. സ്വന്തമായിട്ട് അഭിനയിക്കാൻ വേണ്ടിയാണ് പകുതി കഥ എഴുതി തുടങ്ങിയത്. എഴുതുമ്പോ എല്ലാം ഞാൻ എന്റെ മുഖം വെച്ചിട്ട് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് കഥ കൊടുത്തേ നമുക്ക് വൈശാഖിനെ വെച്ച് ചെയ്യാം. വൈശാഖിനെ അടിപൊളിയായിട്ട് ചെയ്യല്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് സങ്കടമൊന്നും തോന്നില്ല. കണ്ണീര് തുടച്ചിട്ടും പറയണമെന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം 2 എപ്പിസോഡ് വെച്ചിട്ടൂടെ? വൈ? ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്ത് ഡയറക്ടറോട് പ്രത്യേകിച്ച് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഈ പറഞ്ഞ പോലെ തന്നെ പകുതി മുക്കാലും ഫ്രണ്ട്സിന്റെ പരിപാടിയാണ്, എല്ലാവരും വർക്കിംഗ് ആണ്. അതെ, വർക്ക് കഴിഞ്ഞ് വന്നും 12 മണി 2 മണി വരെയൊക്കെ ചെയ്തിട്ടാണ് വർക്കണം. അപ്പോൾ ഒരു എപ്പിസോഡ് തന്നെ കഷ്ടിച്ച ചെയ്ത് തീർക്കുന്നത്. സിനിമ റാസ് എന്റർടൈൻമെന്റ്സ് ഇത്രയധികം ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു ടീം ആയതുകൊണ്ട് തന്നെ സിനിമ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവോ? ഉറപ്പായിട്ടുണ്ടോ? അതിനു വേണ്ടിയാണല്ലോ ചെയ്തത്. ഈ മുഖങ്ങൾ തന്നെ ആയിരിക്കോ? ഇവര് കൂടെ ഉണ്ടായിരുന്നവരല്ലേ, ഇവരെ ഉപേക്ഷിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സമയം ഉണ്ടാവില്ലല്ലോ, ഉണ്ടാക്കലാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ടുണ്ട് മുമ്പ്. കാരണം നമുക്ക് ഷൂട്ട് അങ്ങനെ ലീവ് എടുത്ത് ഷൂട്ടിന് പോയി അങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതാണ് നമുക്ക് അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എഫേർട്ട് എടുക്കാം. ബാക്കി വരായികളൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. എല്ലാം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തായി പോകും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ അല്ലെങ്കിൽ ഇതുപോലെ വർക്ക് എന്നാണ്. അപ്പോൾ അതിൽ മടി കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം. നമുക്കൊരു ഗട്ട് ഫീൽ വരില്ലേ, ഈ ഒരു കാര്യം ചെയ്താൽ ഇത് സക്സസ് ആവും, ഇത് വർക്കാണ്, ഇത് നിനക്ക് നല്ലത് തരും എന്നൊരു ഗട്ട് ഫീൽ എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് എൻ്റെ ഉള്ളിൽ എന്തോ പറയുന്നുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞു, അയ്യോ ഇത്രയൊക്കെ ഭയങ്കര ബോർ ലുക്കിലൊക്കെ ചെയ്യണോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു. കഥ പറയുമ്പോഴും ഞാൻ ഈ ലുക്കിൽ മൊത്തത്തിൽ റെഡിയായി വന്ന് കണ്ണാടി നോക്കുന്ന സമയത്ത് അതിലെനിക്കൊരു ബ്യൂട്ടി കാണാൻ പറ്റുന്നുണ്ടായി. ഈ യൂഷ്വലി ലോങ് വീഡിയോസ് ആൾക്കാർ കാണാനുള്ള ക്ഷമ കാണിക്കൂല. ഇത് റെയർ ആയിട്ട് ആൾക്കാർ ഇനിയും നീളം കൂട്ടൂ എന്നാണ് കമന്റ് ബോക്സ് മൊത്തം പറയുന്നത്. പ്രൊഡക്ഷനിൽ ചുമ്മാതല്ല, അതിലൊരു എഫേർട്ടും പണിയും നിങ്ങൾ ബാക്കിൽ എടുക്കുന്നുണ്ട്. ലൈക്ക് സിനിമ പോലെ തന്നെയാണ്. ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് നിന്നാണല്ലോ തുടങ്ങി. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടല്ല പോയത്, അവിടെ നിന്ന് ഇങ്ങോട്ടാ വന്നു. യൂട്യൂബിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഷോർട്ട് ഫിലിംസ് എടുത്തിട്ട് റീൽസ് തുടങ്ങാൻ പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന പണി അതായിരുന്നു. ഹായ് ഹലോ നമസ്കാരം, സൈനാസുഡ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാം ഇൻസ്റ്റഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇവരുടെ മുഖങ്ങൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പക്ഷേ പരിചയമില്ലാത്ത ഒരു 2 മുഖങ്ങൾ കൂടിയുണ്ട് കേട്ടോ. റാസ് എൻ്റർടൈൻമെൻറ്റ്സ് ഓൾറെഡി നമുക്ക് ഷോർട്ട് ഫിലിമിലൂടെ വെബ് സീരീസിലൂടെ നല്ല നല്ല കഥകളും ഓർമ്മകളൊക്കെ സമ്മാനിച്ചു തന്ന റാസ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ടീമാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നമസ്കാരം. 2 സ്ഥലത്ത് ഇപ്പോൾ 2 ചേർ മറിഞ്ഞു വീഴുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കോൺഫിഡൻ്റിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ടറോടാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വരുന്നത് കുറച്ച് സമയം കിട്ടി. 2018 മുതൽ ഞങ്ങൾ കാണുകയാണ് റാസ് എൻ്റർടൈൻമെൻറ്റ്സ്. ഒരുപാട് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭം. ഒരുപാട് നല്ല ഷോർട്ട് ഫിലിമുകൾ വെബ് സീരീസുകളൊക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എവിടെ നിന്നായിരുന്നു ഈ ഒരു ഐഡിയ? അതായത് സിനിമ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭം എന്നാണ് തോന്നുന്നത്. ശരി തന്നെയാണോ? ശരിയാ. ഞങ്ങൾ എല്ലാം തന്നെ ഒരുമിച്ച് +2 പഠിച്ച ആൾക്കാർ, പിന്നെ അങ്ങനെ കൂടെ പഠിച്ച ആൾക്കാരാണ് കൂടുതലും. പിന്നെ ഞങ്ങൾ 3 പേരാണ് ബ്രദേഴ്സായിട്ട് നിൽക്കുന്നത്. ക്രിസ്റ്റഫർ, ഞാൻ, പിന്നെ മോസസ്. അവർ ഞങ്ങളാണ് ബ്രദേഴ്സ് എന്ന് പറയാറ്. ബാക്കി എല്ലാം തന്നെ ഫ്രണ്ട്സാണ്. എല്ലാവരുടെ ഉള്ളിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഉണ്ടായ ടീം തന്നെയാണ് റാസ്. ആദ്യം ഒരു ക്ലബ്ബായിരുന്നു. ക്ലബിൻ്റെ അകത്ത് ഞങ്ങൾ ഇങ്ങനെ ഷോർട്ട് ഫിലിംസ്, ഈ അഭിനയ മോഹമുള്ളവർ, എഴുതാൻ ആഗ്രഹമുള്ളവർ, അഭിനയിക്കാൻ, പിന്നെ ഡയറക്റ്റ് ചെയ്യാൻ, എന്നെപ്പോലെ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ, അവർക്ക് എല്ലാവർക്കും ഒരു അവസരം, പരസ്പരം അവസരം കൊടുക്കുക. അപ്പം എനിക്കൊരു കഥയുണ്ട്, ക്രിസ്റ്റഫറിനത് ഡയറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവനോട്ട് നമ്മൾ നിൽക്കും. അങ്ങനെ ഇപ്പം എല്ലാവരും
ചില ആൾക്കാർക്ക് സിനിമയിൽ വലിയ ബന്ധം ഉണ്ടാവില്ല, അവർക്ക് അറിയില്ല. അവർ പക്ഷെ നമ്മുടെ ഒപ്പം തന്നെ കൂടെ നിൽക്കുക, നമ്മുടെ ഡ്രീമിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരും കൂടി സ്വന്തം ഡ്രീം പോലെ കണ്ട് അങ്ങനെ അങ്ങനെ തുടങ്ങിയ ചെറിയൊരു ചാനലായിട്ട്. നമ്മുടെ ആദ്യമൊന്നും ഇത്ര പ്ലാൻ ഉണ്ടായിരുന്നില്ല, വലിയൊരു ചാനലാക്കി മാറ്റുമെന്നോ സ്ഥിരം കണ്ടന്റ് ചെയ്യുമെന്നോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞ സമയത്തൊക്കെ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്യുക, അത് നാലാളെ കാണിക്കുക, ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ എപ്പോഴോ എങ്ങനെയോ വലുതായി. എനിക്ക് ഇന്റർവ്യൂ നമ്മൾ ഈ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് 4 പേരെയും ഒന്ന് പേഴ്സണലി പരിചയപ്പെടണമെന്നുണ്ട്. കാരണം ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റീവ് ഡയറക്ടർ, ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് അറിയെങ്കിലും നിങ്ങൾ പേഴ്സണലി ഇത് തന്നെയാണ് ഫുൾ ടൈം ഫോക്കസ് ചെയ്യുന്നത്, ശരിക്കും വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നും കൂടെ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഹൈദരാബാദ് പറഞ്ഞാൽ വേറെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ഹൈദരാബാദിലായിരുന്നു. ഹൈദരാബാദിൽ PNG എന്ന് പറഞ്ഞ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്ത് വെച്ചത്. ഞാൻ 6 കൊല്ലത്തോളം അവിടെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ലീവ് കിട്ടുന്നതനുസരിച്ച് പൈസ ഒരു കൂട്ടി കൊണ്ടുവരും. എന്നിട്ട് ആ പൈസ പാഷൻ എന്ന് പറയുന്നത് അപ്പൊ പൈസ ഭയങ്കര ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അത്ര പെട്ടെന്ന് വരുമാനം ഒന്നും കിട്ടുന്ന പരിപാടിയല്ല. ഇപ്പൊ നമ്മൾ 1 മില്യൺ അടിച്ചാലും പറയണ നമ്മൾ ചെലവാക്കണതിന് എത്ര രൂപ തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ പാഷന് പുറകെ ചെയ്യണതുകൊണ്ട് പൈസ നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഹൈദരാബാദിൽ പണിയെടുക്കും, അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പൈസ കൂട്ടി വെച്ചിട്ട് ഏതെങ്കിലും ഒരു മാസം 1.5 മാസമൊക്കെ ലീവും, അത്രയ്ക്ക് ലീവ് കിട്ടുള്ളൂ മാക്സിമം. അങ്ങനെ ലീവ് മേടിച്ച് വരും, ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇവരുടെ കൈ കൊടുത്തിട്ടാണ് പോണത്. ഇവര് വിശ്വസിച്ചിട്ടാണ് ഏൽപ്പിച്ചിട്ട് പോണത്. ഇവര് ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ആയാലും ഡബിങ്, മ്യൂസിക് ഇതൊക്കെ ഇവരിരുന്ന് എനിക്ക് ഔട്ട് അയച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഓൺലൈൻ നോക്കിയിട്ട് ആ വീഡിയോ ഒക്കെ ഓക്കെ അങ്ങനെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി. ഇപ്പോൾ ഫുൾ ടൈം ഇവരോടൊപ്പം കൂടെയാണ്. ഓക്കെ, പ്രിയ പറയൂ. ശരിക്കും പ്രിയന്റെ ഓൾറെഡി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരൊക്കെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ മില്യൺ വ്യൂസ് ആയതുകൊണ്ടേ ഈ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. സത്യത്തില് ഫേസ് ഭയങ്കര ഫെമിലിയർ ആണ് എല്ലാവർക്കും. എല്ലാവർക്കും നല്ല ആരാ ഇതൊക്കെയാന്ന് ചോദിക്കും ചിലപ്പോ. അത്രയും കമന്റ്സ് പേടിയുണ്ട് ശരിക്കും. സ്വാഭാവികം. അപ്പൊ നമ്മളായിട്ട് ഇട്ട് കൊടുക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നു. ഓക്കെ, ബേസിക്കലി ജേർണലിസ്റ്റ് ആണ്, മീഡിയയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഇപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ട് ആക്ടിങ് തന്നെയാണ് ഫുൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതാണ് എനിക്കൊന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളത്. റാസിന്റെ അടുത്ത് ആദ്യം ലിയോയിലാണ് വന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളുടെ കോംബോ ഭയങ്കര രസമായിട്ട് ആളുകൾക്കിടയിൽ വർക്കായിട്ടുണ്ട്. എനിക്കൊന്ന് കുറെ നായികമാര് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാം അതിലൊരു ഭയങ്കര സന്തോഷം. പക്ഷെ ഒത്തിരി ഫാൻസ് ഒക്കെ ഉള്ള, അറിയില്ല എന്ന് മാത്രം പറയരുത്, എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്ങനെയാണ് ഇവരുടെ ഭാഗമാവുന്നത് ശരിക്കും? ആക്ച്വലി ഇതിൽ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ പുള്ളി എൻ്റെ സീനിയറാണ്. ഞാൻ കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു. അപ്പം അങ്ങനെ അന്ന് മുതലേ പരിചയമുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ വർക്ക്, ഒരു ഷോർട്ട് ഫിലിം ഇവർ പറഞ്ഞപ്പോൾ അതിൽ ചെറിയ കഷ്ണം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. പിന്നെ ഇവരുടെ കൂടെ അങ്ങ് കൂടി. ഇതാണ് ആക്ച്വലി സംഭവം ഉണ്ടായത്. ഇവരുടെ കൂടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2023 ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ വർക്ക് ഞാൻ ഇപ്പോൾ കറന്റ് വർക്കിംഗ് ആണ്. ഇപ്പോൾ ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ ഡോക്യുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂട്ടത്തിലാണ് സത്യത്തിൽ എല്ലാവരും വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ല, കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നല്ല, ഇതാണ് മെയിൻ ഫോക്കസ്. ജോലി സൈഡായിട്ട്. അത് കൊള്ളാം. അത് പാഷനാണ് നിങ്ങളുടെ. പലർക്കും അത് പറ്റാറില്ല, കാരണം രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാറില്ല. പക്ഷെ അത് പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ക്രിയേറ്റീവ് ഡയറക്ടർ പറയുന്നു. എനിക്കും ജോലിയുണ്ട്. ഞാൻ AC മെക്കാനിക്കാണ്. ഷൂട്ടിൻ്റെ സമയം വരുമ്പോഴത്തേക്കും ലീവ് എടുക്കും, ഷൂട്ട് ചെയ്യും, പോവും. പിന്നെ പണിക്ക് പോയിട്ട് കുറേ നാൾ പണിക്ക് പോവും. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്തൊക്കെ കൂടുതൽ നിൽക്കാൻ പറ്റാറുള്ളത്. പിന്നെ നേരത്തെ എഴുതുമായിരുന്നു. ഇവിടെ ഷോർട്ട് ഫിലിംസൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആദ്യം തുടക്കത്തിൽ ഷോർട്ട് ഫിലിംസൊക്കെ ഒരു 3 നാളെണ്ണം എഴുതിയത് ഞാനാണ്. അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചേട്ടന്മാരുടെ പുറകെ പോരുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ, അങ്ങനെ ഇവരുടെ പാത പിടിച്ച് പുറകെ ഇങ്ങനെ പോകുന്നു. പിന്നെ ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള മുഖമാണ്. ആക്ടിങ് ആണ് ആഗ്രഹം. ഇപ്പൊ പറയൂലേ, സ്വന്തമായിട്ട് അഭിനയിക്കാൻ വേണ്ടിയാണ് കഥ എഴുതി തുടങ്ങിയത്. എഴുതുമ്പോ എല്ലാം ഞാൻ എന്റെ മുഖം വെച്ചിട്ട് ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് കഥ കൊടുത്തേക്ക് നമുക്ക് വൈശാഖിനെ വെച്ച് ഓക്കെ ശരി. അല്ല, നമ്മൾ സ്വന്തമായിട്ട് ഒരു ടീം തുടങ്ങുമ്പോൾ നമുക്ക് എന്തായാലും പെർഫോം ചെയ്യാൻ പറ്റുന്ന ആഗ്രഹിച്ചിട്ടാണല്ലോ. പക്ഷെ ചേട്ടന്മാർ ഓൾറെഡി വൈശാഖിനെ അടിപൊളിയായിട്ട് ചെയ്യല്ലേ, അതുകൊണ്ട്
അത് നമുക്ക് ചേട്ടന്മാർക്ക് തോന്നുന്നുണ്ടാവില്ലേ, അനിയനെ അഭിനയിക്കുവോ, പിന്നെ ഇത് നെപ്പോട്ടിസം പരിപാടി ആവോ എന്നുള്ള പരിപാടി വരൂല്ലേ. അപ്പൊ ആദ്യം നമ്മൾ അതൊക്കെ ഉണ്ടെന്നു കഴിച്ചെടിക്കട്ടെ, കഴിച്ചെടിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം എന്നുള്ള സാധനമുണ്ട്. അതുകൊണ്ടാണ് ഇവരിന്റെ പോസാണ് അങ്ങനെ നോക്കാനാണെങ്കിൽ ഞാൻ എഴുതിയിട്ടാണ് ഇതൊക്കെ ഡയറക്ടർ ആയത്. ഇതിന്റെ സ്ക്രിപ്റ്റ് ഇപ്പം ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ഡയറക്ട് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ. അപ്പൊ എല്ലാതിന്റെ റൈറ്റിംഗ് ചെയ്യുന്നത് ശരിക്കും ഇൻഡിവിജ്വൽ, ഇപ്പം ഞാൻ എഴുതുന്ന എഴുത്തില് ഞാൻ തന്നെ ഡയറക്ട് ചെയ്യും അങ്ങനെയല്ല? അങ്ങനെയല്ല. ഇപ്പോ പറഞ്ഞ പോലെ മോശം എഴുതിയത് ക്രിസ്റ്റഫർ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ മൂന്നേലും കൂടി എഴുതി ഞാൻ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരിഞ്ഞു പറഞ്ഞൊക്കെ വരും. അത് മെയിനായിട്ട് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇതെന്താ, കഥ വായിച്ചു കേൾക്കുമ്പോൾ ഇത് ഞാൻ ചെയ്താ എനിക്ക് ചെയ്യണമെന്നുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിക്കും ഇത് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ നീ ചെയ്തു എന്ന് പറയും. അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ വേറെ എന്ന് പറയുക ഒന്നിന്റെ പറയുക ഒന്ന് ചെയ്യണേയുള്ളൂ. അപ്പോൾ മറ്റേത് ഇറങ്ങിയിട്ടുണ്ടാവില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് മറ്റേ ഡയറക്ടർ ബിസി ആയിരിക്കും. ക്രിസ്റ്റഫർ ഒന്നും ചെയ്യുന്ന സമയത്ത് അത് ഇറങ്ങണവരെ അവൻ ബിസി ആയിരിക്കുമല്ലോ. വേറൊരു വർക്ക് അത് ഇറങ്ങിയപ്പോൾ തൊട്ട് പറയുക ഇറങ്ങാനുള്ള. അപ്പം ഞാനൊക്കെ നിൽക്കണം. അപ്പം ഞാൻ എടുത്ത് പറഞ്ഞം ചെയ്യും. അങ്ങനെ പോകും. അങ്ങനെ നിർബന്ധമില്ല ഞാൻ തന്നെ എഴുതണം, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെ നിർബന്ധമില്ല. ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ എങ്ങനെ ഇത്രയും റിലേറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുത്ത് ചെയ്യാൻ പറ്റണേ? കാരണം കാണുന്നവർ ഓഡിയൻസ് ഇത് നമ്മുടെ കഥയിലേന്ന് തോന്നിപ്പോകും. ഒരാളുടെ ഒറ്റക്കായിരിക്കില്ല, ഡിസ്കസ് ചെയ്യും. അതാണ് മെയിനായിട്ട്. ഞാനിപ്പോൾ ഒരു കഥ എഴുതിയെന്നാൽ പോലും നമ്മളത് ഇരുന്നിട്ട് ഒരു ദിവസം രാത്രി എല്ലാവരും വർക്ക് കഴിഞ്ഞ് വരുന്ന സമയം ഉണ്ടെങ്കിൽ അപ്പോൾ ഇരുന്നിട്ട് കഥ വായിക്കും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ വർക്കാത്ത സാധനങ്ങളുണ്ടാവുമല്ലോ, ഒരാളുടെ മാത്രമല്ലല്ലോ, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും മൈൻഡിൽ ഈ സാധനം ഓടി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് എല്ലാവർക്കും വർക്കാകുന്നതെന്ന് വെച്ചാൽ ആ സീൻ റീവർക്ക് ചെയ്യും. അങ്ങനെ കുറേ വട്ടം റീവർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും റിലേറ്റ് ആവുന്ന ടൈപ്പ് ആവും. നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബേസ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ പോകുന്നത്. സിനിമ ഒരു സ്വപ്നം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. സിനിമയാണല്ലോ നിങ്ങളുടെ മനസ്സിൽ, അതാണല്ലോ ബാക്കിയൊക്കെ ഈ നമ്മുടേതായിട്ടുള്ള വഴികൾ നമ്മൾ സ്വന്തമായി വഴിവിട്ടി വരുന്ന ആളുകളാണല്ലോ നിങ്ങൾ. അപ്പം സിനിമ ആസ് എന്റർടൈൻമെന്റ്സ് ഇത്രയധികം ആളുകളിലേക്ക് എത്തിയിട്ടുള്ള ഒരു ടീം ആയതുകൊണ്ട് തന്നെ സിനിമ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവോ? ഉറപ്പായിട്ടുണ്ടോ? അതിനു വേണ്ടിയാണല്ലോ ചെയ്തത്. ഇതിപ്പോ ഓൺ ദ വേ അല്ലെങ്കിൽ ഒരു മുന്നോടി എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഉടനെ ഉണ്ടാവും. ഈ മുഖങ്ങൾ തന്നെ ആയിരിക്കോ? ഒരു കൂടെ ഉണ്ടായിരുന്നവരല്ലേ, ഇവരെ ഉപേക്ഷിച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഒത്തിരി പേർക്ക് അല്ലെങ്കിൽ സിനിമ ആഗ്രഹിക്കുന്നവർക്ക്, ആക്ടിങ് താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങളുടെ ടീമിന്റെ ഒരു ഭാഗമാവണമെന്ന് ആഗ്രഹമുണ്ട് ശരിക്കും. അങ്ങനെ ഒത്തിരി പേര് നിങ്ങളുടെ ഒരു ടീമിൽ ഇതുപോലത്തെ ടീം ആഗ്രഹിക്കുന്ന ആളുകളെ, ഇപ്പം ഇൻഡിവിജ്വലി ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ ഒരു ടീമില്ല. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ചിലപ്പോൾ മെസ്സേജസിലൂടെ ആയാലും നിങ്ങളത് കാണുന്നുണ്ടാവും. സോ എങ്ങനെയാ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ശരിക്കും? അതിപ്പോ ഇവരോട് പറയേണ്ടത് എന്നാലും പറയാം. അല്ല, അതിപ്പോൾ നമ്മൾ ഒരു കാസ്റ്റിംഗ് കോൾ പോലെ തന്നെ ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്കിപ്പോൾ AD ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ താല്പര്യം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നമുക്ക് മെസ്സേജ് അയക്കാം, മെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ അവർക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ താല്പര്യം അപ്പോൾ അതിൽ വർക്ക് ചെയ്യാനുള്ള അവസരം. അതിന് ഒരു 1 മിനിറ്റിൻ്റെ വീഡിയോ, അത് മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അടുത്ത വർക്ക് വന്നിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ അൺമാരിഡിൻ്റെ ആണെങ്കിൽ പോലും ഇതുപോലെ വന്ന കുട്ടികളുണ്ട്, വരുന്നു. നമ്മളിവിടെ AD ആയിട്ടൊക്കെ വർക്ക് ചെയ്ത പിള്ളേരുണ്ട്. സ്വന്തമായിട്ട് ചെയ്ത് ചാനൽ റിലീസ് ചെയ്തു. ഇപ്പോൾ ജിഞ്ചർ ജുമാൻജി എന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ടീം അതിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഇതുപോലെ തന്നെ AD ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതാണ്. അങ്ങനെ വന്നൊരു ഡയറക്ടറായിരുന്നു. ഞങ്ങളുടെ ബാക്കി കുറേ പടങ്ങളിൽ അസിസ്റ്റൻ്റായിട്ട് നിർദ്ദേശിച്ചു. എന്നിട്ട് ഞങ്ങളുടെ തന്നെ ലാസ്റ്റ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ റാം കെയർ ഓഫ് ജാനകി റാം എന്ന് പറഞ്ഞ, പിന്നെ ജിഞ്ചർ ജുമാൻജി, ഇത് രണ്ടും സെഹൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഡയറക്ട് ചെയ്തത്. ഇതൊക്കെ ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്കൊന്ന് സീരീസ് ആണ് സത്യത്തിൽ. എനിക്കൊന്ന് ഈ പറഞ്ഞ സീരീസ് ആണ് എനിക്കത് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര നിങ്ങൾക്കൊരു ഓണത്തിന് ശേഷം എനിക്കൊന്ന് ആളുകൾക്ക് കൂടുതൽ എത്തിയതും ഇത്തരത്തിലുള്ള സീരീസ് ആണ്. എനിക്കൊന്ന് 2018 തുടങ്ങി 2025 എത്തുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടാണ് നിങ്ങൾ നിൽക്കണത്, നിങ്ങളുടെ വർക്കുകൾ. സോ അതിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പിയാണ് ശരിക്കും? ഒരുപാട് ഹാപ്പി. ഒട്ടും പ്രതീക്ഷിക്കാതെ കൂടി ഞങ്ങള് നിർണയിച്ച സ്ഥലം. അപ്പോൾ ഇപ്പോൾ 1 മില്യൺ ഈ പറഞ്ഞ 1 lakh സബ്സ്ക്രൈബേഴ്സ് കിട്ടിയായിരുന്നു. അതിന് മുന്നേ ഞങ്ങൾ 18 ഷോർട്ട് ഫിലിംസുകൾ ചെയ്തെന്ന് പറഞ്ഞില്ല. അതിനകത്ത് മിക്കതും തന്നെ 1 മില്യൺ ക്രോസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൻ്റെ അത്ര ഞങ്ങളുടെ അത് ഫെമിലർ ആയിരുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഡിയൻസ് ആണ്. യൂട്യൂബിൻ്റെ ഓഡിയൻസ് ഇവിടെ കിട്ടിയ ഓഡിയൻസ് അപ്പുറത്തും ഉണ്ടാവില്ല. അപ്പോൾ യൂട്യൂബിൽ ഞങ്ങൾ നല്ല ഫേമസ് ആയിരുന്നു.
ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് അത്ര ഞങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നില്ല. സാധാരണ തിരിച്ച മിക്ക മീഡിയകളും ചെയ്യുന്നത് അതെ. ഇൻസ്റ്റാഗ്രാം ഫോക്കസ് ചെയ്ത് ബിൽഡ് ചെയ്തെടുത്തിട്ട് അവിടെ നിന്ന് ഓഡിയൻസിനെ അങ്ങോട്ട് ക്യാറ്റർ ചെയ്യണ പരിപാടി ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമേ യൂട്യൂബാണ് ബിൽഡ് ചെയ്തെടുത്ത് ആദ്യമേ പ്ലേ ബട്ടൺ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയത്. ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയത്. അപ്പോൾ യൂട്യൂബിലെ ഓഡിയൻസ് ഇവരെല്ലാവരും തന്നെ ഫെമിലിയർ ഫേസസ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പം അറിഞ്ഞത്. ശരിക്കും ഞങ്ങൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫേസാണ് ഈ വൈശാഖും പ്രിയൊക്കെ ആണെങ്കിൽ യൂട്യൂബിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. അവരൊന്നും ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇപ്പോഴാണ് കൊണ്ടുവരാൻ പറ്റിയത്. ആ ഫേസസ് എങ്ങനെയാണ് ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്? കാരണം കൂടുതൽ ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാം ആകുമ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിലെ ആളുകൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണ് നിങ്ങൾ എൻജോയ് ചെയ്യണത്? അല്ല, രണ്ടും എനിക്കത് വലിയ വ്യത്യാസമായിട്ട് തോന്നില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ആളുകൾക്ക് എത്തുന്നുണ്ട് വർക്കുകൾ, കൂടുതൽ ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. ഒരുപാട് പേര് കൂടുതൽ കാണുന്നത് ഇൻസ്റ്റഗ്രാമാണ് ദാൻ യൂട്യൂബ്. പെട്ടെന്ന് അറിയില്ലെങ്കിലും കണ്ടിട്ട് ഇവര് അറിയാണ്ടിരിക്കും. 2 എപ്പിസോഡിലേ ഞാൻ വന്നിട്ടുള്ള എന്നെ അറിയുന്ന ആൾക്കാർ. ബ്രിജേഷ് ഫാൻസ് അസംബിൾ ഇടയ്ക്ക് മെസ്സേജ് ഭയങ്കര നമ്മുടെ കൂട്ടത്തിലേക്കുള്ള ഒരു കൂട്ടുകാരന്റെ ഒരു കാസ്റ്റിംഗ് കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ. ശരിക്കും ഫാൻസിന്റെ ഒരു പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ. നമ്മളത് ആഗ്രഹിച്ച ഒരു ടൈം കൂടെയാണല്ലോ. അതെങ്ങനെയാ ശരിക്കും പുറത്തേക്ക് പോകുമ്പോൾ? ഭയങ്കര ഹാപ്പിയാണ്. അത് നമുക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓഫീസിൽ പോണ സമയത്ത് തന്നെ നമുക്ക് ഇപ്പോൾ മെട്രോയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പോകുമ്പോൾ ഒരു ഡെയിലി നമുക്ക് ആരെയൊക്കെ നമ്മൾ തിരിച്ചറിയും. ഭയങ്കര സന്തോഷം. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ എല്ലാവരും ഒരു ചിരി, നമുക്കൊരു സ്മൈൽ തരും അവർ. അപ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. എല്ലാവരും നമുക്ക് മുഖത്തൊക്കെ നമുക്ക് ചിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ ഭയങ്കര രസമാണ് എനിക്കത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിം തന്നെയാണ്. നമ്മള് ആദ്യമൊന്നും ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ നമ്മളൊന്നും എനിക്ക് സ്ക്രീനിൽ കാണുന്ന ഫേസും നേരിട്ട് ഞാൻ വളരെ ഡിഫറെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ആരും പെട്ടെന്ന് മനസ്സിലാക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരുപാട് പേര് തിരിച്ചറിഞ്ഞ് വന്നിട്ട് ഹായ് പറയും, ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലും എനിക്ക് അൺമാരീഡ് കപ്പിൾസ് ഇറങ്ങിയതിന് ശേഷമാണ് ഒരുപാട് പേര് വന്ന് സംസാരിക്കുന്നതും സെൽഫീസ് എടുക്കുന്നതും. ഇതൊക്കെ പുതിയതാണ്, ആദ്യമായിട്ട് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ. സോ അത് ഭയങ്കര രസമാണ്. അതിപ്പോ സീസൺ 2 കൂടെ സ്റ്റാർട്ട് ചെയ്തില്ലേ? എപ്പോഴും കണ്ണട വെച്ച് ഇറങ്ങണം, അത് മനസ്സിലാക്കാം. പുറത്തുനിന്ന് സാധാരണ ലുക്ക്, ക്യാമറ ലുക്ക് വേറെ, ലുക്ക് വേറെ ആണല്ലോ. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി കണ്ണട വെച്ച്. ഇല്ല, എനിക്ക് പവർ ഗ്ലാസ് ഉള്ളതാ. പുതിയ കൂളിംഗ് ഗ്ലാസ് മേടിച്ചിട്ട് പൊടി പിടിച്ചിരിക്കണ. പ്രൊഡ്യൂസറെ കുറിച്ച് പറയും. ഇപ്പൊ നമ്മളൊരു ആഗ്രഹം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു തുടക്കം ഇടണമെങ്കിൽ അതിന് പൈസ എന്ന് പറഞ്ഞ സാധനം മുടക്കാൻ നേരായ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ നടക്കാറുള്ളൂ. പ്രൊഡ്യൂസറിലേക്ക് ഇതൊന്നും കംപ്ലീറ്റ് ആവത്തേ ഇല്ല. സുചേട്ടനെ കുറിച്ച് ഒന്ന് പറയൂ. എന്ത് പറയാനാ, മെയിനായിട്ട് ഇത് തന്നെ നമ്മള് കഥ പറയുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും ഇന്ന സാധനം വർക്കാവും എന്ന് പറയും, നേരത്തെ പറയും. അത് ഇവനും ഉണ്ട്, മോസിക്കും ഉണ്ട് ആ പരിപാടി. 2 പേർക്കും ചേട്ടന്മാർക്കുള്ള എന്തോ പ്രത്യേക സാധനം. അപ്പൊ ഇവർ 2 പേരും പറയും. ആ വിശ്വസിച്ച നമ്മളെ ഇറക്കണം. അതുകൊണ്ട് തന്നെ വർക്കാവുന്ന തോന്നാനുള്ള കോൺഫിഡൻസ് ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് നമുക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നും, ഇത് പണിയാവോ എന്ന് പറയുമ്പോൾ ഇതേ പണിയാവും, ഇത് സെറ്റ് ആവും, നീ നോക്കുന്ന കറക്റ്റ് ആയിരിക്കും. ഉദാഹരണം പറയണേ, ഈ അൺമാരിഡ് കപ്പിള് ഇവിടെ ഇറങ്ങാനുള്ള കാരണം തന്നെ ക്രിസ്റ്റഫറ. കാരണം ഈ സ്ക്രിപ്റ്റ് ഇനീഷ്യലി സ്ക്രിപ്റ്റ് അല്ല, സ്റ്റോറി ആയിട്ട് നമുക്ക് കിട്ടിയത്. അത് ഇങ്ങനെയൊന്നും അതിന്റെ ത്രെഡ് കിട്ടിയപ്പോൾ ഞാനാണ് ഇവിടെ ഇപ്പൊ QC നോക്കുന്നത്, സ്റ്റോറിയുടെ QC നോക്കുന്നത്. കഥകൾ വായിച്ചിട്ട് നല്ലതാണെങ്കിൽ ഞാനാണ് എഗ്രി മുന്നോട്ട് പോകുന്നത്. ഇനീഷ്യലി ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അത്ര എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനം തോന്നിയില്ല. ഞാൻ പറഞ്ഞു ഇത് നോർമൽ സാധനം പോലെ, ഇത് വർക്കാവോ എന്നൊരു തോന്നലായിരുന്നു എനിക്ക്. മെയിനായിട്ട് വർക്കാവോ എന്ന് തോന്നലായിരുന്നു. നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്തിട്ട് വർക്കാവോ, സീരിയസ് ആയിട്ടൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ കുറേ എപ്പിസോഡൊക്കെ വരുമില്ലേ, വർക്കാവോ എന്നുള്ള തോന്നലുണ്ടായിരുന്നു. ക്രിസ്റ്റഫറിനെ ഉറപ്പിച്ച് പറഞ്ഞു ഇത് വർക്കാവും, ഇത് നിങ്ങൾ പണിഞ്ഞെടുത്താൽ മതി, സാധനം വർക്കാവും, ഇതാണ് ഓഡിയൻസ് പ്രതീക്ഷിക്കുന്ന സാധനം, ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിക്കോളും, ഇങ്ങനെ ഓടുമെന്ന് പറഞ്ഞായിരുന്നു. നമുക്കിത് ആദ്യമേ പറഞ്ഞ ഇത് ഇനീഷ്യൽ സ്ക്രിപ്റ്റ് 4 എപ്പിസോഡ് 5 എപ്പിസോഡുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. 5 എപ്പിസോഡ്. സീസൺ 2 ആയി നിൽക്കണം നമ്മൾ. ഇത് ഇത്ര നീട്ടി കൊണ്ടുപോകാൻ പറ്റും എന്ന് വരെ അന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു കേട്ടോ. വിശ്വസിക്കാൻ പറ്റില്ല.
അല്ല പിന്നെ ഒറിജിനൽ സ്ക്രിപ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ബിൽഡ് ചെയ്ത ആൾ എടുത്തായിരുന്നു, കുറെ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത്. അല്ല ഞാൻ പറഞ്ഞത് അതിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടാകാൻ കാരണം ആ ഒരു വിശ്വാസം പറഞ്ഞത് പ്രൊഡ്യൂസ് അവിടെ നിന്ന് വിശ്വാസം വന്നപ്പോഴേ നമുക്ക് ഒരാൾ പൈസ ഇറക്കാൻ വേണ്ടി വിശ്വാസം കാണിക്കുന്നുണ്ട്, ഇത് വർക്കാവും ചെയ്തു ധൈര്യത്തോട്ട് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ആ വിശ്വാസം ഡയറക്ടർ ഇങ്ങോട്ട് കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. ശരിക്കും നമ്മൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യാൻ നിൽക്കണം, ഇത് പ്രൊഡ്യൂസ് ചെയ്യൂ നല്ലതാണ്, ഇത് 100 മില്യൺ എന്നൊക്കെ പറഞ്ഞ തള്ളണം, അതാകുമ്പോഴേക്കും 100 കിട്ടില്ല ഒരു 1 കിട്ടുമായിരിക്കും എന്നൊക്കെ പറയും. ഇത് അങ്ങനെയല്ല ഇങ്ങോട്ടാന്ന് പറയണം. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ വേറെയാണ്. ഇപ്പൊ നമുക്ക് ഇരിക്കാൻ തോന്നും, ഇപ്പം കാണുന്ന എന്തോ കാണുന്നുണ്ട് ഇതിന്റെ അകത്ത്, അത് നമ്മളും കൂടി കാണുക, തപ്പിയെടുക്കുക, അങ്ങനെയായിരുന്നു. അപ്പൊ ഇതിന്റെ സക്സസ് ഇത് ഇറങ്ങാനുള്ള കാരണം അപ്പൊ ഇത് തന്നെ. ഇതിൽ കൂടുതൽ എനിക്ക് അതിനകത്ത് പറയാനില്ല. ശരിക്കും ഭാഗ്യാണ് കേട്ടോ ഇതുപോലത്തെ പ്രൊഡ്യൂസർ കിട്ടാന്ന് പറയണേ. കുറെ പേരൊക്കെ കൊതിക്കാന്നൊക്കെ. ഈ പ്രൊഡ്യൂസർ മാത്രമല്ല, ഇവരെ ഈ റാസ് എന്റർടൈൻമെന്റ് ടീം ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഇതൊരു ഷോർട്ട് ഫിലിംസും കാരണം ഇത് മുൻപ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ ടീം എന്ന് പറയുന്നത് ഭയങ്കര എല്ലാം ഫ്രണ്ട്സ് സർക്കിൾ, എന്നാൽ എല്ലാവരും ഒരുപാട് കഴിവുള്ള കുറേ പിള്ളേർ, എഴുതാൻ കഴിവുള്ള പിള്ളേർ, ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള പിള്ളേർ, പിന്നെ എഡിറ്റ് ചെയ്യുന്നവർ, ഈ ലൈറ്റിങ് മറ്റേ ക്യാമറ ചെയ്യുന്നവർ, ഇതൊക്കെ കൂടി ഒരു കുടക്കീഴിൽ വരിക എന്ന് പറഞ്ഞ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം അത്ഭുതപ്പെട്ടു പോയി. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു തുടക്ക സമയത്ത് ഇവരെ. പിന്നെ ഞാൻ ഇതിലങ്ങ് ആയിപ്പോയി, പിന്നെ ഇവിടെ തന്നെ ആയി. ഭയങ്കര രസമായിരുന്നു റാസ് എന്റർടൈൻമെന്റ്സ്. അങ്ങനെയായിരുന്നു എനിക്ക് ആദ്യം തന്നെ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തത്. ഭയങ്കര രസമായിരുന്നു റാസ് എന്റർടൈൻമെന്റ്സ്. ഞാൻ അത്ഭുതപ്പെട്ടൊരു സംഭവമായിരുന്നു ഈ ഒരു ചാനൽ. ഡയറക്ടറെ കുറിച്ച് ചോദിക്കട്ടെ, പ്രൊഡ്യൂസറെ കുറിച്ച് ചോദിച്ചല്ലോ, ഡയറക്ടർ എങ്ങനെയാ ശരിക്കും നിങ്ങളെ കൊണ്ട് നന്നായി പണിയെടുപ്പിക്കുന്ന, വളരെ നിർബന്ധമുള്ള എങ്ങനത്തെ ഒരു ഡയറക്ടറാണ്? ഇപ്പൊ പാവം ഇരിക്കണേ, അങ്ങനെ വരട്ടെ. അല്ല, 2 ഡയറക്ടേഴ്സും കൂളാണ്, പക്ഷെ ചില കാര്യങ്ങൾ അവർക്കത് കണിശമുണ്ട്. അത് എനിക്ക് ഈ സാധനം തന്നെ കിട്ടണം, അത് വേണം. അല്ലാതെ ഞാൻ ക്യാമറ ഉണക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാം, അതില്ല. ബാക്കി ഗുണം നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ ചെയ്തോ, പക്ഷെ ഈ ഒരു ഏരിയയിൽ എനിക്ക് ഈ സാധനം കിട്ടണം, ഇത് എനിക്ക് വേണം. അത് 2 പേര് ഇവരുടെ ബ്ലഡ് ഇല്ലാന്ന് തോന്നുന്നു. ഒരു 3 പേര് ഏകദേശം സെറ്റാണ് അത്. അതിപ്പം നമുക്കിപ്പം നമ്മൾ വിചാരിക്കുന്ന ആ രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. ഇപ്പൊ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഏത് ഫീലിങ്സ് ആണോ അത് അവരവിടെ ചെയ്ത് പെർഫോം ചെയ്യണം. അപ്പൊ ആ രീതിയിൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇവരെ കുറിച്ച് ഡയറക്ടർ എന്ത് പറയാനുണ്ട്? അതിൻ്റെ അകത്ത് എനിക്ക് 2 പേരെ ആൾക്ക് ഇപ്പോഴെ ആൾ റെഡിയാണ്. 3 പേരെ കുറിച്ചും പറയാനുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ശരി കേട്ടോ, ആള് നമ്മള് ക്രിയേറ്റീവ് ഡയറക്ടർ എന്നല്ല, ക്രിയേറ്റീവ് ഡയറക്ടർ മാറി പറയണം. ഇപ്പോ ചില കാര്യങ്ങൾ ഇപ്പൊ അവനെ എഴുതുന്നുണ്ട്, എൻ്റെ കഥ ഈ കഥയുടെ സ്ക്രിപ്റ്റ് ഞാനും അവനും കൂടി ചേർന്നിട്ട് എഴുതുന്നു. സ്ക്രിപ്റ്റ് വരുമ്പോൾ വേണമെങ്കിൽ അവന് എല്ലാ എപ്പിസോഡും ഒരെണ്ണം കുത്തിക്കയറ്റ വേണമെങ്കിൽ, അല്ലേ? ഇപ്പൊ ഞാനിപ്പോ ഈ ബ്രിജേഷ് എന്ന ക്യാരക്ടർ പോലും ആദ്യം വേറൊരു ഫീമെയിൽ ഒരു ഫ്രണ്ടിനെ വെച്ച്, ഇവളുടെ ഒരു ഫ്രണ്ട് അവന്റെ കോമൺ ഫ്രണ്ട് എന്ന രീതിയിലായിരുന്നു ആദ്യമേ തോട്ട് വന്നേച്ച്. അത് കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അവനായിരുന്നു, ബ്രിജേഷ് വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ അത് വേണമെങ്കിൽ അഭിനയ മോഹൻ ഉണ്ടല്ലോ, ഞാൻ ഇത് ചെറിയ റോള് പിടിക്കാന്ന് പറഞ്ഞു, വേണമെങ്കിൽ ചെറിയ റോള് ചെയ്തോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നീ ചെയ്തോന്ന് പറഞ്ഞാൽ ആ വിശ്വാസം നമുക്ക് ഉണ്ടാവും, ചെയ്തെടുക്കുമെന്നല്ല. കേറി ആദ്യത്തെ സീസണിന്റെ കാര്യം പറയണം. ആദ്യത്തെ സീസണിൽ ഞാനൊരു 2-3 എപ്പിസോഡിൽ വരാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് കണ്ടുകൊണ്ടും ക്യാരക്ടറിനെ നമുക്ക് ഇനിയും ഇൻക്ലൂഡ് ആക്കാം എന്ന് തോന്നൽ വന്നതുകൊണ്ടാണ് അത് പിന്നെയും മുന്നിലേക്ക് കൊണ്ടുപോയത്. അത് ഭയങ്കര ഭംഗിയായിട്ടാണ് ബ്രിജേഷിനെ റിലേറ്റബിൾ ആക്കാൻ വേണ്ടി വളരെയധികം ശ്രമിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ബോഡി ലാംഗ്വേജ് മാറ്റം. ഇപ്പൊ അവരുടെ ശബ്ദം ഇത്തിരി ബേസ് ഉള്ള ശബ്ദം, എന്നെക്കാട്ടും കുറച്ച് ഗംഭീരമുള്ള ശബ്ദം, അതൊന്ന് ലൈറ്റാക്കി പറയാം. അതൊക്കെ ഞാൻ കൊടുക്കുന്നല്ല, അത് ക്യാരക്ടറിനെ ഇട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കുറച്ച് ബോഡി മൂവ്മെന്റിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കാര്യം ചെയ്യാൻ. വൈശാഖിന്റെ കേസ് പറയാനാണെങ്കിൽ, വൈശാഖ് കുറച്ച് മുന്നേ ഞാൻ കൂടുതൽ കണ്ടാക്കണം പിന്നെ റൊമാൻസ് സൈഡാണ് കണ്ടാക്കണം. അപ്പോൾ ഹ്യൂമർ ചെയ്താൽ കൊള്ളാമെന്ന് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ്. വൈശാഖിനെ ഇങ്ങനെ പറയാനുണ്ടായി, വൈശാഖിന് ഹ്യൂമർ ഇഷ്ടമാണ്, ഹ്യൂമർ സ്റ്റൈല്. ഏകദേശം ഞാൻ എവിടെയോ ഒന്ന് കണ്ടപ്പോൾ എനിക്ക് ഈ പറഞ്ഞ കമന്റ്സിലും തന്നെ നിവിൻ ഈ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ സാധനം ചില പോർഷന്റെ. അപ്പോൾ ആ സാധനം നമ്മൾ അധികം കണ്ടിട്ടില്ല. അപ്പൊ അത് ട്രൈ അടിക്കാൻ വേണ്ടിയാണ് വിശാഖിന് ഞാൻ ഇതിനോടത്ത് ആദ്യത്തെ സീസണിൽ ഫുള്ള് ആ ഒരു ഫ്ലോ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യുന്നു. ചില ഇൻപുട്സ് ഒക്കെ നല്ല നല്ല ഇൻപുട്സ് ഒക്കെ വരും. ഇപ്പോൾ കഴിഞ്ഞൊരു സീസൺ 2-ന്റെ അകത്ത് ഇപ്പൊ ഇറങ്ങിയൊരു എപ്പിസോഡ്, പിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പാസ്പോർട്ടൊക്കെ നിൽക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. ആ എപ്പിസോഡിൻ്റെ അകത്ത് ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ഞാൻ ആനിയെ കൊണ്ടാക്കാൻ അനുവിനെ കൊണ്ടാക്കാൻ തെറ്റി പറയുന്ന സാധനം. അനുവിനെ തെറ്റി ആനി എന്ന് പറയും.
അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റിൽ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവിനെ കൊണ്ടാക്കാനുണ്ടായിരുന്നു. സോ ഹാഫ് ഡേ ലീവ് എടുത്തു എന്നായിരുന്നു. ആ ആനിയും പറയിപ്പിക്കുക എന്ന് പറയുന്നത് വൈശാഖിൻ്റെ കോൺട്രിബ്യൂഷൻ. അവർ ഇങ്ങനെ ചോദിച്ചു തന്നാളെ അനുന്നല്ല തെറ്റിപ്പറയണം. അപ്പോൾ ആ സ്റ്റേജിലേക്ക് ഇപ്പോൾ ആനി എത്തിയില്ലേ, അപ്പോൾ ഓട്ടോമാറ്റിക് ഇത്രയും വിളിച്ച് ഇപ്പോൾ ഹസ്ബൻഡ് അമ്മ പോലെ ആയില്ലേ, എപ്പോഴെപ്പോഴും വിളിച്ച് ആനീന്ന് ശീലം ആവൂലേ, അനുവിനെക്കാട്ടും കൂടി ശീലം അതായിരിക്കൂലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാധനം പറഞ്ഞു. അപ്പം ഞാൻ പോലും ആലോചിച്ചിട്ടില്ല. ഡയറക്ടറായിട്ട് ഞാനോ റൈറ്ററായിട്ട് മോശമോ ആലോചിക്കാത്തൊരു സാധനം ആ സ്ഥലത്ത് വന്നു. അപ്പോൾ അത്ര ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ. ഇങ്ങനെ ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇതുപോലെ എക്സാമ്പിൾ തരുമായിരുന്നു. നമുക്ക് കുറച്ചുകൂടി ഹെൽപ്പാണ്. നമുക്ക് ഭയങ്കര ഡയറക്ടറൈസ് നമുക്ക് അധികം ഇൻപുട്ട് കൊടുക്കണ്ട. ഡയലോഗ് സീന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ക്യാരക്ടർ എന്താണോ, പ്രത്യേകിച്ച് 2 സീസണായിട്ട് ചെയ്യുമ്പോഴേ, ഇത് ആയതൊരു സീസൺ കഴിഞ്ഞ് കുറച്ച് ബ്രേക്കിന് ശേഷം ഉണ്ടാവും എടുക്കുന്നത്. ഈ ക്യാരക്ടറിന്റെ മീറ്റർ പിടിക്കുക, ക്യാരക്ടറിന്റെ മെന്റാലിറ്റി എന്താണ്, മാനസികാവസ്ഥ എന്താണോ, അതൊക്കെ എല്ലാം കണ്ടിന്യൂറ്റി ഇവർക്ക് കിട്ടുക എന്ന് പറയുന്നത് കാര്യങ്ങൾ വർക്കിംഗ് കൂടിയല്ലേ. വർക്ക് തന്നെ നടക്കുന്നതായിരിക്കും പറയുന്നത്. അത് നല്ല ഇച്ചിരി കൂടി ഓഫീസർക്ക് സ്ട്രെസ്ഫുൾ വർക്കും കൂടിയാണ്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് അതൊന്നും എല്ലാം ഡിവൈറ്റഡ് ആയിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് എനിക്കധികം ആസ് എ ഡയറക്ടർ എനിക്ക് അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നില്ല. ക്യാരക്ടർ പിടിച്ച് ചെയ്യിപ്പിക്കാൻ കണ്ടിന്യൂറ്റി നല്ലോണം കിട്ടുന്നുണ്ടായിരുന്നു. വൈശാഖിനെ ഭയങ്കര അത് സുഖമായിരുന്നു. പിന്നെ പ്രിയയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയണം, പ്രിയയുടെ എനിക്കും ഒരു മീറ്റർ മാറ്റി ചെയ്യണമെന്നുണ്ടായിരുന്നു. മോസിനോട് വർത്താനം പറഞ്ഞ ശൈലി ഇവര് ചെറിയ ഇടിയും ബഹളമൊക്കെ ഉണ്ടാവും ഭയങ്കര. ഇവര് ഇടക്ക് ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പൊ ഭയങ്കര ഇടിയും ബഹളമൊക്കെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. ഇപ്പൊ ഇവളൊക്കെ ദേഷ്യം വരുമ്പോഴേക്കും ഇങ്ങനെ മുഖം മാറിയിട്ട് ഭയങ്കര ഒരു പ്രത്യേക ഇടിയും ബഹളവും നല്ല രസമാണ്. ഇവരുടെ ഇച്ചിരി തല്ലുപിടുത്തം ആ സൈഡ് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. അപ്പൊ ഇത് സ്ക്രീനിൽ കണ്ടിട്ട് സ്ക്രീനിൽ എപ്പോഴും പാവം, ഭയങ്കര പാവം പിടിച്ച ഒരു കുട്ടിയായിട്ടാണ് മിക്കയിലും അഭിനയിച്ചേക്കണം. പക്ഷെ നമ്മള് കാണുന്ന സാധനം വേറെയാണ്. അപ്പൊ അതൊന്ന് സ്ക്രീനിൽ കൊണ്ടുവരാനായിരുന്നു നോക്കി. ഇച്ചിരി മടിയുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് ഇപ്പൊ കണ്ടില്ലേ, മേക്കപ്പ് ഇട്ട് ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്ത് സുന്ദരിയായിട്ടല്ലേ കൊണ്ടുവന്നേക്കണ. ആ ഷോട്ട് ആ സീരീസ് കണ്ട നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് സീസൺ ആയാലും ശരി, സെക്കൻഡ് സീസൺ ആയാലും ശരി, മര്യാദക്ക് ഞാൻ നല്ലൊരു ഡ്രസ്സോ മേക്കപ്പ് ഇട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ട് ഞാൻ പറയാം മാച്ചിട്ട് വന്നു പറയും. ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ ക്ലാസ് കൂടി ലെൻസ് വെച്ച സമയത്ത്. അന്ന് മാത്രമേ ലിപ്സ്റ്റിക് ഞാൻ ഇത് വരുമ്പോഴേക്കും മായച്ചു കളയും. കാരണം ഞാൻ കണ്ടാക്കണ റോ ആയിട്ടുള്ള പ്രിയനെ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നിയായിരുന്നു, ഭയങ്കര രസമായിട്ട് തോന്നിയത്. അപ്പൊ ഞാൻ കൊണ്ട് പറയുമ്പോഴേ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ചോദിച്ചിട്ട് അത് വേണോ, കണ്ണടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അലമ്പ് ലുക്കായിരിക്കും. ഞാൻ പറഞ്ഞു ഇല്ല, ലുക്കായിരിക്കും, സാധനം സെറ്റാണ്. എടുത്ത് വിശ്വസിച്ച് നമ്മുടെ ഒപ്പം നിന്ന് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഫസ്റ്റ് സീസൺ തന്നെ 12 എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഒന്ന് ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയുന്നത്, ചേട്ടാ ഇതൊന്ന് കണ്ണട മാറ്റിക്കോട്ടെ, ഞാനിങ്ങനെ കണ്ണട ഇപ്പൊ ലെൻസ് വെക്കണമായിട്ട് മാറ്റിയാലോ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരായിരുന്നു. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല. ത്രൂ ഔട്ട് ഡയറക്ടറിനെ വിശ്വസിച്ച് തന്നെ നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്നിട്ടുണ്ട് അങ്ങേറ്റം വരെ. ഇത് 9 എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ചാൾ ഡിലേ വന്നായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളെ കുറച്ച് ഡിലേ വന്നായിരുന്നു. അപ്പോഴും ഇത് ഇറങ്ങി ഇത് ഹിറ്റാവും എന്നുള്ള വിശ്വാസം പ്രിയക്ക് എൻ്റെ മേളിലുണ്ടായിരുന്നു. അതുകൊണ്ട് പല പരിപാടികളും അവസരം കിട്ടിയ സാധനം മാറ്റി വെച്ചിട്ട് ഷുവർ ഷോട്ടായിട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ വരെ മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടി നിന്നു. ഇത് ഇറങ്ങിയിട്ട് ഇത് തീർത്തിട്ട് പോവാം എന്ന് പറയാനാണ്. അതിന്റെ റീസൺ എന്തായിരുന്നു ശരിക്കും? ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടും നമ്മൾ എന്തുകൊണ്ട് വേണ്ട എന്ന് വെച്ചു? പക്ഷെ നമുക്കൊരു ഗട്ട് ഫീൽ വരില്ലേ, ഈ ഒരു കാര്യം ചെയ്താൽ ഇത് സക്സസ് ആവും, ഇത് വർക്കാണ്, ഇത് നിനക്ക് നല്ലത് തരും എന്നൊരു ഗട്ട് ഫീൽ എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് എൻ്റെ ഉള്ളിൽ എന്തോ പറയുന്നുണ്ടായി. ആ ഒരു ഗട്ട് ഫീലാണ് ഞാൻ ജോഷി ചേട്ടൻ്റെ അടുത്ത് ഫുള്ളി അങ്ങനെ കൊടുത്തത്. ഈവൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, അയ്യോ ഇത്രയൊക്കെ ഭയങ്കര ബോർ ലുക്കിലൊക്കെ ചെയ്യണോ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷെ കഥ പറയുമ്പോഴും ഞാൻ ഈ ലുക്കിൽ മൊത്തത്തിൽ റെഡിയായി വന്ന് കണ്ണാടി നോക്കുന്ന സമയത്ത് അതിലെനിക്കൊരു ബ്യൂട്ടി കാണാൻ പറ്റുന്നുണ്ടായി. ആനി ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആള് ഓരോ ഡീറ്റെയിലിംഗ് കൊടുക്കും. ഈവൻ ഞാൻ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഷോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കയ്യിൽ വാച്ച് കിട്ടും, അങ്ങനെയൊക്കെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിംഗ്. അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കത്തുള്ളൂ, ആനി ഇവിടെയൊക്കെ പോസ് ചെയ്യും,
ഇങ്ങനെയൊക്കെ ഓരോ ഡീറ്റെയിലിംഗ് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുള്ളി ഇത്രയും ഇൻവോൾവ് ആയിട്ടൊരു ബ്രീഫ് തരാണ്. സോ ആളത്രയും എഫേർട്ട് ഒരു ക്യാരക്ടറിൽ ഇടുന്നു. സോ എൻ്റെ ഗട്ട് പറഞ്ഞു ഇത് നീ ചെയ്, വേറൊന്നും ഇപ്പം നോക്കണ്ട, വേറെ ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആണെങ്കിലും ഇത് നിന്നെ എവിടെയെങ്കിലുമൊക്കെ എത്തിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് ട്രൂ ആയിട്ട് തന്നെ വന്നില്ലേ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസർ ആയി ഇപ്പോൾ 10K കഴിഞ്ഞു ഇൻസ്റ്റയിൽ. ഞാൻ ഫ്രം 2500 ഫോളോവേഴ്സ് ഇപ്പൊ 23K എത്തി. കുറെ ആനി ഫാൻസ് ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഈ ഇന്റർവ്യൂ ഞാൻ അത് ചോദിച്ചില്ലെങ്കിൽ അവരെന്നെ എന്തായാലും വഴക്ക് പറയും. നിങ്ങൾക്ക് ഒരു ദിവസം 2 എപ്പിസോഡ് വെച്ചിട്ടൂടെ? വൈ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എന്ത് ഡയറക്ടറോട് പ്രത്യേകിച്ച് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഈ പറഞ്ഞ പോലെ തന്നെ പകുതി മുക്കാലും ഫ്രണ്ട്സിന്റെ പരിപാടിയാണ്, എല്ലാവരും വർക്കിംഗ്. അതെ, വർക്ക് കഴിഞ്ഞ് വന്ന് 12 മണി 2 മണി വരെയൊക്കെ ഇരുന്നിട്ടാണ് ചെയ്തിട്ടാണ് വർക്കണം. അപ്പൊ ഒരു എപ്പിസോഡ് തന്നെ കഷ്ടിച്ച ചെയ്ത് തീർക്കുന്നത്. എല്ലാം തന്നെ എല്ലാം തലേ ദിവസമാണ് എല്ലാ വർക്കും തീരുന്നത്. എല്ലാ ദിവസവും ഡെലിവറി ചെയ്യുക എന്നാണ് നമുക്ക് പറയുന്നത്. ഒരു ഗ്യാപ്പ് കൊടുക്കാതെ ഡെയിലി ഒന്ന് കൊടുക്കുക. അതെങ്കിലും അതാണ് ഞങ്ങൾ ഇപ്പൊ നോക്കുന്നത്. പ്രഷർ മനസ്സിലാക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് സിറ്റുവേഷൻ കൊണ്ടാണ്. പക്ഷെ നിങ്ങളുടെ തിരക്കിനിടയിൽ നിങ്ങൾ അതിന് സമയം കണ്ടെത്തുന്നു പറയുന്നത് വലിയൊരു കാര്യം കേട്ടോ. അതെല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. ആൻഡ് അത് മാത്രമല്ല, ഈ യൂഷ്വലി ലോങ് വീഡിയോസ് ആൾക്കാർ കാണാനുള്ള ക്ഷമ കാണിക്കൂല. ഇത് റെയർ ആയിട്ട് ആൾക്കാർ ഇനിയും നീളം കൂട്ടൂ എന്നാണ് കമന്റ് ബോക്സ് മൊത്തം പറയുന്നത്. അതെ, അത് നിങ്ങളുടെ പാട്ടുകളും ഓൺ സോങ്സ് ആണ് നിങ്ങൾ മ്യൂസിക്കും എല്ലാം ഷോർട്ട് ഫിലിംസിലൊക്കെ ഷോർട്ട് ഫിലിംസിന്റെ അകത്തുനിന്നുള്ള മ്യൂസിക്കുകളെല്ലാം. അതപ്പോ പ്രൊഡക്ഷനിൽ ചുമ്മാതല്ല, അതിനൊരു എഫേർട്ടും പണിയും നിങ്ങൾ ബാക്കിൽ എടുക്കുന്നുണ്ട്. ലൈക്ക് സിനിമ പോലെ തന്നെയാണ്. ഞങ്ങള് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിംസ് നിന്നാണല്ലോ തുടങ്ങി. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടല്ല പോയത്, അവിടെ നിന്ന് ഇങ്ങോട്ടാ വന്നത്. യൂട്യൂബിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഷോർട്ട് ഫിലിംസ് എടുത്തിട്ട് റീൽസ് തുടങ്ങാൻ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന പണി അതായിരുന്നു. ഷോർട്ട് ഫിലിംസ് എടുക്കുന്ന രീതി ഉണ്ടല്ലോ, ആ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാം എന്ന് തോന്നൽ വന്നു. അപ്പോൾ തുടക്കം വെച്ചത് ഒരു കാര്യം മേക്കിംഗ് ആണെങ്കിലും സാധാരണ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഷോർട്ട് ഫിലിംസ് ചെയ്യുന്ന അതേ എഫേർട്സ് തന്നെ, ലൈറ്റിംഗ് ആയാലും ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും മ്യൂസിക് ആയാലും ഇതെല്ലാം തന്നെ ഷോർട്ട് ഫിലിംസിന് എന്തോ എഫേർട്ട് കൊടുക്കുന്നുണ്ടോ ആ എഫേർട്ട് ഇവിടെ കൊടുത്ത് നോക്കാം സ്റ്റോറി ടെല്ലിങ്ങിന് എന്നാലോചിച്ചു അങ്ങനെ ഇട്ട് തുടങ്ങിയതാ. അത് വർക്കായത് അതാണ് മാറി നിൽക്കുന്നത്. ബാക്കി ഈ പല റീൽസിൽ നിന്ന് നമ്മുടെ നോക്കുമ്പോൾ മാറി നിൽക്കുന്നതിന്റെ കാരണം നമ്മൾ ആ സെയിം എഫേർട്ട് ഇടുന്നതുകൊണ്ടാണ്. കമന്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ചോദിക്കുന്ന പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഇതിന്റെ ഷോർട്ട് ഫിലിംസിന്റെ കട്ടിങ് ആണോ അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ വീഡിയോ ഉണ്ടോ എന്ന് ചോദിക്കണം. ഇത് റീലായിട്ട് എല്ലാവരും കാണുന്നു, ഇതിന്റെ ഫുൾ വീഡിയോ ഉണ്ടോ എന്ന് വെച്ചാൽ കൂടുതലും വരുന്നത്. അപ്പൊ ആ ഒരു മാറ്റം പിന്നെ ആൾക്കാർ മനസ്സിലായി ഇത് നമ്മൾ ഇൻസ്റ്റയിൽ മാത്രം ഇടുന്നുണ്ട്, റീൽ സീരീസ് ആണെന്ന് മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ ആൾക്കാർക്ക് അതുകൊണ്ട് ഒരു ഇതുണ്ട്, ക്വാളിറ്റി നമ്മുടെ എഫേർട്ട് എടുക്കുന്നതിന്റെ കാര്യം അവിടെ ഔട്ടിൽ കാണുന്നുണ്ട്. അതെ, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് നിങ്ങൾ കൊടുക്കാറില്ല. നന്നായി പാടും എന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് അറിയില്ലല്ലേ? പാടും. ആളുടെ പേരൊന്ന് സെർച്ച് ചെയ്താൽ മതി, ഒരു പാട്ട് പാടുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പാടില്ലേ? പാടൊക്കെ ചെയ്യും. നിങ്ങൾക്കത് സർപ്രൈസ് ആണോ? അല്ല, ഇല്ല, പറയാം പാടുന്ന അറിയാം. ഫീമെയിൽ വോയിസിലൊക്കെ പാടും. പാട്ട് പാടും, പക്ഷെ രസം ഉണ്ടാവും. പണ്ടായിട്ടൊക്കെ പാടിക്കൊണ്ട് ഫീമെയിൽ വോയിസിൽ പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല, അത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഒന്ന് പാടാവോ? വെറുതെ ചുമ്മാ എനിക്ക് വെറുതെ അളക്കുന്ന ഒരു കാര്യമില്ല സത്യം. മെയിൽ വോയിസിൽ പാടിയാ വൈശാഖ് മാത്രം ഒറ്റപ്പെടുത്തി ക്ലാസ് റൂമില് പാടിക്കും. നമ്മുടെ ടീമല്ലേ, അതെ, ആരാധകർക്ക് വേണ്ടി. മോള് വേണ താഴോ? അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായാടിപ്പാടി അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. ഇത് രസമായിട്ടോ പാടേ, അടിപൊളി. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇനി അടുത്ത് സിംഗറെ തപ്പിത്ത് കിടക്കൊന്നും വേണ്ട, ആള് തന്നെ
രസമായിട്ട് പാടിത്തരുന്നതായിരിക്കും ആരാധകർക്ക് വേണ്ടിയിട്ട്. ഫാൻസ് പാടിയിട്ടുണ്ടോ? ഹമ്മിങ് കൊടുത്തു സെയ്തൂല്. ഇനിയിപ്പോ ഫുൾ സോങ് ആൽബം സോങ് ആയിട്ട് ഇറക്കാം. That was me. കഴിവുകൾ അറിയണം ലോകത്തൊക്കെ. വേറെ എന്തൊക്കെ ടാലന്റ് ഉണ്ട്? ഹിഡൻ ടാലന്റ് ഇല്ല ഇങ്ങനെ സീറ്റുകൾ മാറ്റും ഡാൻസ് പെർഫോമൻസ്. ഇല്ല ഇങ്ങനെ സ്കൂൾ മുതൽ തന്നെ ഇങ്ങനെ പാട്ട് ഡാൻസ് മിമിക്രി ഇങ്ങനെ ചുമ്മാ എല്ലാത്തിലും കയറി പങ്കെടുക്കുന്ന സ്കീമായിരുന്നു. അതങ്ങനെ ഒന്നും അറിഞ്ഞോണ്ടല്ല, വിശ്വാസത്തിന്റെ പുറത്തേക്ക്. ആ കലോത്സവം ഏതായിരുന്നു മെയിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? അല്ല ഞാനിങ്ങനെ ലൈറ്റ് സോങ്സ്, പിന്നെ ഡ്രാമ, സ്കിറ്റ്, ഗ്രൂപ്പ് സോങ്, ഡാൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അതന്നെ നമ്മളിപ്പോ ഏതാണെന്ന് നോക്കൂല, എല്ലാത്തിലും കയറി പങ്കെടുക്കായി. ചിലപ്പോ നമ്മൾ ചരല് വരിടുന്ന പോലെ ഏതിലൊന്നും കൊള്ളും. അങ്ങനെ ഓൾറെഡി കലയാണ്, അത് ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു. ഏത് സമയം തൊട്ട് ഒരു എനിക്ക് ആക്ടിംഗ് ആണ്, എനിക്ക് ഈ പ്രൊഫഷൻ ആണ് ചൂസ് ചെയ്യേണ്ടത്, ഇതാണ് എന്റെ ഇഷ്ടം എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്? സത്യം സ്കൂൾ ടൈം മുതൽ തന്നെ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഒരു ഷോർട്ട് ഫിലിം അല്ല, ടെലിഫിലിം. അത് ഒരു എനിക്ക് തോന്നുന്നു 4ാം ക്ലാസ് മുതലോ ഒക്കെ മുതലാണ് ഞാനിങ്ങനെ. പിന്നെ അംഗനവാടി സമയം മുതൽ തന്നെ ഞാൻ സ്റ്റേജിലേക്ക് കയറാൻ പരിപാടി ഉണ്ടായിരുന്നു. ചുമ്മാ അതിന്റെ അതായത് അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ. അച്ഛന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ നന്നായി ഡാൻസ് കളിക്കും, അച്ഛൻ നന്നായി പാടും. അപ്പൊ ചെറുപ്പം മുതൽ അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും സ്റ്റേജ് ഉണ്ട് കഴിഞ്ഞാൽ നമ്മളെ കയറ്റി വിടും. അപ്പൊ നമുക്കൊന്നും അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ല, ചുമ്മാ കയറുന്നത്. പിന്നെ സ്കൂളിൽ ഒരു 4ാം ക്ലാസ് മുതലൊക്കെയാണ് നമുക്ക് കൊള്ളാലോ, പരിപാടി കൊള്ളാലോ, നമുക്ക് കയ്യടി കിട്ടുമ്പോ നമുക്കൊരു ഹരം കയറിയെന്ന് പറയും. അത് അപ്പൊ കയറിയതാ. പിന്നെ അത് ഇറങ്ങിയിട്ടില്ല. സമ്മതിച്ചിട്ടില്ല. ആരും സമ്മതിച്ചില്ല. ഞാൻ തന്നെ. വീട്ടുകാർ ഇപ്പൊ ഓൾറെഡി അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കല. ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ടൊക്കെ മകൻ ആളുകൾക്ക് അറിയുന്ന ഒരു ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര അച്ഛൻ അമ്മയൊക്കെ ഭയങ്കര അനിയൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അവർക്ക് ഇത് അറിയാം. ലൈക്ക് ചിലപ്പോൾ തോന്നും അച്ഛൻ്റെ അമ്മയുടെ സംസാരം തോന്നും നീ എവിടെയും എത്തും എന്നുള്ള അവരൊരു വിശ്വാസം അവർക്ക്. നീ എത്തുന്നെങ്കിൽ കരയോട് കൂടി എത്തൂ ഇങ്ങനൊക്കെ ഒരു തോട്ട് അവരുടെ ഉള്ളിൽ പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു അത്യാവശ്യം റീച്ചായി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പേര് അറിയാമെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് നമുക്കൊരു അവർ പറഞ്ഞില്ലെങ്കിൽ അവരുടെ മുഖത്ത് നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ സിനിമ എല്ലാവരുടെയും ഡ്രീം ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആയിട്ടും അഭിനയം ഓക്കെ, പിന്നെ ഡയറക്ഷൻ, ഏത് മേഖലയായാലും ഇന്ന ആളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പോൾ ഒരു സിനിമയിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു സ്റ്റാറിനെ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യണം ഒരു പടം, അങ്ങനെയാണെങ്കിൽ ആരെ വെച്ചൊരു പടം ചെയ്യണം എന്നാ? സിനിമ മോഹം മുന്നേക്ക് നമുക്കൊരു ഇഷ്ട നടൻ ഉണ്ടായിരുന്നു. സിനിമ മോഹം തലേ കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പോകും. കാരണം നമുക്ക് ഒരു പോയിന്റ് എത്തിക്കാൻ മനസ്സിലാവില്ല. ആക്ടേഴ്സ് മാത്രമല്ല സിനിമ, സ്ക്രിപ്റ്റ് അല്ല, പിന്നിൽ കുറെ പേര് പണിയെടുക്കുന്നുണ്ടെന്ന സാധനം നമുക്ക് മനസ്സിലാവുമല്ലോ. അവരെ സ്റ്റാർ ആക്കണം, നമുക്ക് ഇഷ്ടം തോന്നും. നായകന്മാരെ കാണുമ്പോൾ നായകന്മാരെ നമുക്ക് ഇഷ്ടം തോന്നുന്നതും, വില്ലന്മാരെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്നു. അങ്ങനെ കാരണക്കാരായിട്ട് കുറെ പേരുണ്ട്. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇഷ്ട നടൻ പോയി കഴിഞ്ഞു. മിക്കതും സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റിൽ എന്താണോ വരുന്നത് ആ നടൻ അതായിരിക്കും. കൊള്ളാം. അപ്പം ആർട്ടിസ്റ്റിനോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിനിമയിൽ വരുന്ന സമയത്ത് ഇന്നാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരുടെ വർക്ക് ചെയ്യണം? ഞാൻ ഒരുപാട് തമിഴ് സിനിമ കണ്ടു വളർന്നിട്ടുള്ള ചെറുപ്പം മുതലേ. എൻ്റെ ഫാമിലി തമിഴാണ്. സോ കമൽ ഹാസൻ ഓൾവേസ്, പുള്ളിയുടെ ഒപ്പം എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം. പിന്നെ ആരോട് അഭിനയിച്ചിട്ടും കുഴപ്പമില്ല. മകനായിട്ട് അങ്ങനെയൊന്നുമില്ല, എനിക്കൊരു സ്ക്രീൻ വൈസ് ശരി പുള്ളിയുടെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റുക അത്ര ആഗ്രഹം. ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ മതി, ആരായാലും വിളിച്ചാൽ മതി, കുഴപ്പമില്ല, ഞാൻ ഒന്ന് ചെയ്തോളാം. സന്തോഷം. പക്ഷെ നമ്മളും കാണാൻ ആഗ്രഹിക്കണു സ്ക്രീനിൽ, ബിഗ് സ്ക്രീനിൽ നിങ്ങൾ ഓരോരുത്തരെയും സീരിയസ്ലി. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ രാസ് എൻ്റർടൈൻമെൻറ്റ്സിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം 4 പേര് വെച്ചിട്ട് തന്നെ ഞാൻ ചോദിക്കാം, അപ്പം അതിൽ ആരാണെന്ന് പറയണം. സെറ്റിൽ എപ്പോഴും ലേറ്റ് ആയിട്ട് വരുന്ന ആരാണ്? ഇല്ല, ഞാൻ തലേദിവസം പിടിച്ചിരുത്താറില്ല. ഓ അങ്ങനെ. എക്യുപ്മെന്റ് എന്തെങ്കിലും ലേറ്റ് തന്നെയാണ് എപ്പോഴും ഉണ്ടാവുള്ളൂ. എപ്പോഴും നമ്മൾ റെന്റ് ഔട്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എപ്പോഴും ലേറ്റ് തന്നെ എടുക്കട്ടെ. ചില ദിവസം ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും പറയണം ട്രൈപോഡ് ഇല്ല, അങ്ങനെയൊക്കെ മാത്രം. അല്ലെങ്കിൽ കറക്റ്റ് ഡയറക്ടർ നിർബന്ധമായിട്ട് കറക്റ്റ് ടൈം എത്തിക്കുന്ന ഒരു ഡയറക്ടറാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്ന ആള് ഷൂട്ട് ചെയ്യുമ്പോൾ?
പേടിച്ചിട്ടാ പറയണേ, ശരിയാണോ? എല്ലാരും ഉണ്ട്. ഇനി ഇവർക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് കൂടുതലാണല്ലോ, അങ്ങനെ വെച്ചാൽ ഇച്ചിരി കൂടുതൽ. പിന്നെ മീറ്റർ പിടിക്കണം, അപ്പം സമയം എടുക്കും. പുള്ളി എന്തെങ്കിലും കുഞ്ഞ് എവിടെയെങ്കിലും ഒരു സാധനം വേറെ ചേഞ്ച് ആണെങ്കിൽ ഈ പുള്ളിക്കാരൻ അഡമന്റ് ആയിട്ട് അത് വേണം എന്ന് പറഞ്ഞു ചെയ്യിക്കും. എല്ലാവരുടെയും ഒരു പേടി സ്വപ്നാണല്ലേ ഡയറക്ടർ? പക്ഷെ അത് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഡയലോഗ് പഠിക്കാൻ ഏറ്റവും മോശം ശരിക്കും ചില സമയത്ത് ഒന്നല്ല, ചില സമയത്ത് തന്നെ തെറ്റും. ഓക്കെ, കുഴഞ്ഞു പോണതിന്റെ വേറെ പ്രശ്നമൊന്നുമില്ല. ഡയലോഗ് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇടയ്ക്ക് ഒച്ച കുറഞ്ഞു കുഴഞ്ഞു പോകും, നമ്മളെ കേൾക്കൂല. ഒച്ച കുറഞ്ഞോണം പരിപാടി, ഇമോഷനൊക്കെ വരുമ്പോൾ ഒച്ച കുറയും, നമ്മൾ കേൾക്കും. എന്താ പറഞ്ഞേ? കാറ്റ് മാത്രം എന്നൊക്കെ. ചില സമയത്ത് നമ്മൾ ഇമോഷണൽ ആവുന്ന സമയത്ത്, ഞാൻ നോർമലി സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ആണ്. ചില സമയത്ത് ഞാൻ പറയുമ്പോൾ അത് ക്യാച്ച് ചെയ്യില്ല. അപ്പൊ നമ്മള് ക്യാമറ വെച്ചാലും ഇതേ പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ, കേൾക്കന്നെ വേണല്ലോ. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. വൈശാഖ് ഇങ്ങനെ കുറച്ച് സംസാരിക്കോ? ഭയങ്കര ഇന്റർവ്യൂട്ട് ആണോ? ഇല്ല, നമ്മള് അപ്പുറം ഇപ്പുറം നിന്നിട്ട് സമയം കൊടുക്കണല്ലോ. അല്ല, ഇന്റർവ്യൂ ഒന്നല്ല. സംശയം മാറാത്ത ആള്? അസിസ്റ്റന്റ് ഡയറക്ടർ സഹൻ. ആളെ വിടില്ല, ഫോട്ടോ തരണം. അത് ശരി, ഇവർക്ക് അങ്ങനെ ഡൗട്ടൊന്നും വരാറില്ല. ഏറ്റവും കൂടുതൽ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും. അസിസ്റ്റന്റ് ഡയറക്ടർ ഞാൻ എന്നെ ഇരുത്തി അവിടെ നിർത്തണം. ഇപ്പൊ പറഞ്ഞു കൊടുത്തിട്ട് ഇത് എഴുതി വെക്കണമെന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞു കൊടുത്തിട്ട് അപ്പുറത്ത് പോയിട്ട് ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് പറഞ്ഞിട്ട് പിന്നെയും വരുവാണ്. ശരി, കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആർക്കാ? ഫീമെയിൽ ഫാൻസ്. മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? പ്രപ്പോസൽസ് ഒക്കെ എനിക്ക് വരാറില്ല. വലിയ നമ്പർ വെച്ചിട്ട് ഇവനെ റീച്ച് ചെയ്യാൻ പറ്റാണ്ട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരും, ചേച്ചി വൈശാഖ് ചേട്ടൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒന്ന് പറയുമോന്നൊക്കെ. എന്താ വൈശാഖ് ചേട്ടാ ഇത്? അല്ല, ഒന്നാമത് ഞാൻ ഇൻസ്റ്റ യൂസ് വളരെ കുറവാണ്. എനിക്ക് ഈ ഓഫീസ് ഇങ്ങനെ വർക്കുകൾ കാരണം നമുക്ക് വളരെ റെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻസ്റ്റാഗ്രാമൊക്കെ. നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും 100% ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കണേ നമുക്ക് മനസ്സിലാവും. അതിന്റെ റിസൾട്ട് ആണ് സത്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അല്ലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ അല്ലെങ്കിൽ ഇതുപോലെ വർക്ക് എന്നാണ്. അപ്പോൾ അതില് മടി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം. അല്ല, ഇത് ഞങ്ങൾ കട്ട് ചെയ്ത് മോട്ടിവേഷൻ മ്യൂസിക് ഇട്ട് ഇൻസ്റ്റഗ്രാമിൽ പോകുന്നുണ്ടോ ഇങ്ങനെ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരുപാട് പേർക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ മുമ്പോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ പറയുന്ന സമയമില്ലായ്മ അല്ലെങ്കിൽ എനിക്ക് അതിന് അവസരം കിട്ടുന്നില്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കോട്ട് പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. ഇപ്പം നിങ്ങൾ പുതിയ ആളുകളാണ്. സോ അവരോട് ഇപ്പം നിങ്ങൾക്കുള്ള പരിമിതി വെച്ച് നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ റിസൾട്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? ഇപ്പം നമ്മളൊരു അത്രയും വലിയ സെറ്റപ്പിലായതുകൊണ്ട് പറയുന്നതല്ല, എന്നാൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ സമയം ഉണ്ടാവില്ലല്ലോ, ഉണ്ടാക്കലാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ജോലി ഞാൻ റിസൈൻ ചെയ്തിട്ടുണ്ട് മുമ്പ്. കാരണം നമുക്ക് അങ്ങനെ ലീവ് എടുത്ത് ഷൂട്ടിന് പോയി, അങ്ങനെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതാണ് നമുക്ക് അൾട്ടിമേറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എഫേർട്ട് എടുക്കാം. ബാക്കി വരായികളൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് ബെറ്റർ. എല്ലാം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തായി പോകും. പക്ഷേ ഇതാണ് നമുക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫോക്കസ് ചെയ്യാം. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ജോലി ചെയ്യാം, എന്നാലും അതൊന്ന് സമയം കണ്ടെത്തിയിട്ട് ചെയ്യാന്ന് മാത്രം. അല്ലാതെ സമയം വരട്ടെ വെയിറ്റ് ചെയ്യാൻ നടക്കില്ല. ഇത് തന്നെയാണോ നിങ്ങളുടെ വലിയൊരു കാര്യമാണ്? കാരണം അതൊരു വലിയ കോപ്പി പേസ്റ്റ് എന്നൊക്കെ. പക്ഷെ നിങ്ങൾ ഇതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാം. ഒരുപാട് വ്യൂസ് വെയിറ്റിംഗ് ആണ് സത്യത്തിൽ നിങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട്. അത് തന്നെ ഒരു വലിയ സന്തോഷമാണല്ലോ. നിങ്ങളുടെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയും വീഡിയോസ് ചെയ്യുക, നല്ല നല്ല റോഡുകൾ കൊടുക്കുക കേട്ടോ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഒരു നായകനാക്കിയിട്ടൊക്കെ ചെയ്യും, റൊമാൻറ്റിക് പരിപാടിയൊക്കെ കൊടുക്കുക. അടിപൊളി ആക്ടറാണ്. അപ്പം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സംസാരിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. ഇനിയും വീഡിയോസ് ചെയ്യുക, ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.